show that 5 minus 1 6 7 times 2 1 3 4 not equal to 2 1 3 4 times 5 minus 1 6 7. അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് ഈ ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ കാണിക്കുക. എ ബി നോട്ട് ഈക്വൽ ടു ബി ആണെന്ന് കാണിക്കുക. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? എ ബി കണ്ടുപിടിക്കാം. അതായത് ആദ്യത്തെ മൾട്ടിപ്ലിക്കേഷൻ. സോ ആദ്യത്തെ മൾട്ടിപ്ലിക്കേഷൻ എന്താ കാണിക്കുന്നത്? 5 minus 1 6 7 ടൈംസ് എന്താണ് 2 1 3 4. എന്ത് കിട്ടും? 5 times 2 10 minus 1 times 3 minus 3 5 times 1 5 minus 1 times 4 minus 4 6 times 2 12 7 times 3 21 6 times 6 6 6 times 1 6 7 times 4 28. Okay, so നമുക്ക് എങ്ങനെ വരും? 10 minus 3 7 1 33 34. Okay, സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ആദ്യത്തെ LHS നമുക്ക് എടുത്തപ്പോൾ സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? LHS എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ വാല്യൂ കിട്ടി. മെട്രിക്സ് 7 1 33 34 എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തിരി നമുക്ക് RHS ചെയ്യാം. RHS എന്താണ്? RHS ഇംപ്ലൈസ് ഓക്കെ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കാം. ഇനിക്വാളിറ്റിയുടെ ആണ്, ഈക്വലിറ്റി അല്ല. ഓക്കെ, നോട്ട് ഈക്വലിറ്റി ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ 2 times 5 10 1 times 6 6. Okay, 2 times minus 1 minus 2 1 times 7 7. Okay, അടുത്ത എന്താണ്? 3 times 5 15 4 times 6 24. അടുത്ത എന്ത് വരും? 3 times minus 1 minus 3 4 times 7 28. So equal to എങ്ങനെ വരും? 10 plus 6 16 minus 7 plus 2 5 15 plus 24 39 minus 3 plus 28 25. സോ നോക്കിക്കേ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം, ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. 1 ഉം 2 ഉം സെയിം ആണോ? അല്ല. ഓക്കെ, സിൻസ് നമുക്ക് എന്ത് പറയാം? സിൻസ് 1 നോട്ട് ഈക്വൽ ടു 2, ഓക്കെ, വി ക്യാൻ സേ എന്ത് പറയാം? ദിസ് ഈസ് കറക്റ്റ്. ഓക്കെ, ഇത് നോട്ട് ഈക്വൽ ആണെന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് എടുത്ത് എഴുതാം. എങ്ങനെ വരും? വി ക്യാൻ സേ 5 minus 1 6 7 times 2 1 3 4 not equals 2 1 3 4 times 5 minus 1 6 7 എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ്? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഷോ ദാറ്റ് അതേ സെയിം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് ഒരു 3/3 മെട്രിക്സ് കൊണ്ട് കാണിക്കുക. സോ നമുക്ക് അപ്പൊ ആദ്യം LHS എടുക്കാം. ഓക്കെ, LHS എന്താണ് കാണിച്ചിട്ടുള്ള? LHS എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ 1 times minus 1 minus 1 2 times 0 0 3 times 2 6. അടുത്ത് 1 times 1 1 2 times minus 1 minus 2 3 times 3 9. അടുത്ത് 1 times 0 0 0 നമുക്ക് എഴുതണ്ട. 2 times 1 2 3 times 4 12. അടുത്ത് 0 times minus 1 0 1 times 0 0 2 times 0 0. അടുത്ത് 0 times 1 0 1 times minus 1 minus 1 0 times 3 0. 0 times 0 0 1 times 1 1 0 times 4 0. 1 times minus 1 minus 1 1 times 0 0. Okay, 1 times 0 0 0 times 2 0. അടുത്ത് ഇനി അടുത്തേതാ? 1 times 1 1 1 times minus 1 minus 1 0 times 3 0. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ 0 വരുന്നുണ്ട്. അടുത്ത് 1 times 0 0 1 times 1 1. സോ 0 നമുക്ക് വേണ്ട അല്ലേ? 1. അടുത്ത് 0 times 4 4 0. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇക്വേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് എന്താണ്? -1 + 6 5 1 - 2 -1 +
9. Minus 1 plus 9, 8. 2 plus 12, 14. 0. Minus 1, 1. Minus 1, 0, 1. Okay. ഇനി അടുത്ത് എന്ത് ചെയ്യാം? RHS എടുക്കാം. RHS എന്താണ്? RHS എടുത്ത് നോക്കാം. RHS ഇതാണ് പറയുന്നത്. -1 times -1, -1. 1 times 0, 0. 0 times 1, 0. അടുത്ത് -1 times 2, -2. 1 times 1, 1. 0 times 1, 0. -1 times 3, -3. 1 times 0, 0. 0 times 0, 0. അടുത്ത് 0 times 1, 0. -1 times 0, 0. 1 times 1, 1. അടുത്ത് 0 times 2, 0. -1 times -1, -1. 1 times 1, 1. ഇനി അടുത്ത് എങ്ങനെ വരും? 0 times 3, 0. -1 times 0, 0. 1 times 0, 0. ഓക്കെ. അടുത്ത് എങ്ങനെ വരും? 2 times 1, 2. 3 times 0, 0. 4 times 1, 4. അടുത്ത് 2 times 2, 4. 3 times 1, 3. 4 times 1, 4. അടുത്ത് 2 times 3, 6. 3 times 0, 0. 4 times 0, 0. ഇതെങ്ങനെ വരും? നോക്കിക്കേ. -1. ഇവിടെ തന്നെ ആക്ച്വലി നമുക്ക് പറയാം. നോക്കിയേ, 5 not equal to -1. ഒരു എലമെന്റ് തന്നെ ഈക്വൽ അല്ലാതെ വന്നാൽ അതെന്താണ്? മെട്രിക്സ് ഈക്വൽ അല്ല. സോ ഫസ്റ്റ് എലമെന്റിൽ നിന്ന് തന്നെ നമുക്ക് ആക്ച്വലി പറയാൻ പറ്റും. പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ മെട്രിക്സ് കംപ്ലീറ്റ് എഴുതാൻ നോക്കുക. ഓക്കെ. സോ -2 plus 1, -1. -3. 1, 0, 0. 6. 7, 11. 6. സോ നമുക്ക് ഇവിടെ നോക്കാം. നോക്കിയിട്ട് പറയാം RHS not equals LHS അല്ലെങ്കിൽ LHS not equals RHS. സോ 1, 2 എന്ന് പറയാം. ഓക്കെ. സോ നമുക്ക് എന്ത് പറയാം? ഫ്രം 1 and 2. ഫ്രം 1 and 2 നമുക്ക് എന്ത് പറയാം? LHS not equals RHS. രണ്ടും ഡിഫറെന്റ് മെട്രിക്സസ് ആണ് കിട്ടിയത് അല്ലേ? LHS not equals RHS. സോ hence proved. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇങ്ങനെയുള്ള ഒരു ചോദ്യം മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ നന്നായിട്ട് ശ്രദ്ധിക്കുക. പലർക്കും തെറ്റിച്ച് വെക്കുന്ന ഒരു സാധനമാണ്. എന്ന് പറഞ്ഞൊരു മെട്രിക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ടാകും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട്, ഒന്നുകിൽ ഒരു ഇക്വേഷൻ തന്നിട്ട് അത് ജസ്റ്റ് പ്രൂവ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തന്നിട്ട് അതിന്റെ ഒരു പോളിനോമിയൽ പോലെ തന്നിട്ട് അത് കണ്ടുപിടിക്കാനായിരിക്കും. ചില പോളിനോമിയൽ P(x) എന്ന് പറഞ്ഞൊക്കെ ആയിരിക്കും തന്നിട്ടുള്ളൂ. അപ്പൊ എക്സിനകത്ത് ആ എ എന്ന് പറയുന്ന മെട്രിക്സ് ഇട്ട് കൊടുത്തു വേണം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. അങ്ങനെയൊക്കെ തന്നിട്ട് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചാടിക്കേറി A² എന്ന് പറയുന്നത് ഇതിലെ എല്ലാ എലമെന്റ്സിന്റെ സ്ക്വയർ ആണെന്ന് പറഞ്ഞ് എഴുതി വെക്കരുത്. ഓരോന്നും സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ചോദ്യം ചെയ്തിരുന്നതാണ് അല്ലെ? A² എന്ന് പറഞ്ഞാൽ എന്താ? A times A ആണ്. അപ്പൊ അത് വെച്ച് തന്നെ ചെയ്യാൻ നോക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ ജസ്റ്റ് മുകളിൽ തന്നെ ഒന്ന് എഴുതി വെക്കാമേ. A² എന്താണ്? A² എന്ന് പറയുന്നത് A² അവിടെ വെക്കട്ടെ. നമുക്ക് ആദ്യം I ഒന്ന് എഴുതി വെക്കാം. ഇവിടെ നമുക്ക് I ആവശ്യമുണ്ട്. I ഏതായിരിക്കും വരുന്നത്? I വരുന്നത് എന്താണ്? 3/3 മെട്രിക്സ് ആണ്. സോ I എന്ന് പറയുന്ന ഒരു 3/3 മെട്രിക്സ് ആയിട്ടായിരിക്കും വരുന്നത്. 0 1 0 0 0 1 0 0 0 1. ഇതായിരിക്കും നമ്മളുടെ I എന്ന് പറയുന്ന മെട്രിക്സ്, ഐഡന്റിറ്റി മെട്രിക്സ്. ഇനി എന്താണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? A² കണ്ടുപിടിക്കണം. A² എന്ന് പറഞ്ഞാൽ എന്താ? A times A ആണ്. A എന്താണ്? 2 0 1 2 1 3 1 -1 0 ടൈംസ്. ഓക്കെ. സെയിം ടൈംസ് എന്ത് വരും? 2 0 1 2 1 3 1 -1 0. എന്ത് കിട്ടും? നോക്കിക്കേ. 2 times 2 4. 0 times 0 0 times 2 0. 1 times 1 1. So 4 plus 1 5 വരും. ഓക്കെ. അടുത്ത എങ്ങനെ വരും? 2 times 0 0. 0 times 1 0. 1 times -1 -1. അടുത്ത് 2 times 1 2.
0 times 3 0, 1 times 0 0. So അവിടെ എന്ത് വരും? 2 വരും. ഓക്കെ, ഇനി അടുത്ത് 2 times 2 4, 1 times 2 2, 3 times 1 3. So 4 plus 2 6, 6 plus 3 9. അടുത്ത് 2 times 0 0, 1 times 1 1, 3 times minus 1 -3. അപ്പൊ അതെങ്ങനെ വരും? 1 plus -3. 1 minus 3 എത്രയാ? -2. അടുത്ത് 2 times 1 2, 1 times 3 3. അപ്പം 2 times 1 plus 1 times 3 എത്ര വരും? 2 plus 3 5 വരും. 3 times 0 0. So 5 വരും. അടുത്തത് 1 times 2 2, minus 1 times 2 -2. So 2 minus 2 0, 1 times 0 0. So 0. 1 times 0 0, minus 1 times 1 -1, 0 times minus 1 0. So -1. 1 times 1 1, minus 1 times 3 -3, 0 times 0 0. So 1 minus 3. 1 minus 3 എത്രയാ? -2. So നമുക്ക് ഇവിടെ a square കിട്ടി. എന്താണ്? 5 minus 1 2, 9 minus 2 5, 0 minus 1 -2. ഓക്കെ, അപ്പൊ ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? a square minus 5a plus 6i. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 5a കൂടെ കണ്ടുപിടിച്ച് വെക്കാം. 5a എത്ര വരും? 5a എന്ന് പറയുന്നത് 5 times a ആണ്. a ഇതാണ്. സോ എല്ലാ എലമെന്റ്സിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 10 0 5, 10 5 15. ഓക്കെ, 5 minus 5 0. ക്ലിയർ അല്ലേ? ഇനി നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് 6i, ഇവിടെ നമുക്ക് ഡയറക്റ്റ് 6i കണ്ടുപിടിക്കാം. അപ്പൊ ഈ i 1 വന്നിടത്തൊക്കെ എന്ത് വരും? 6 വരും. 1 വന്നിടത്തൊക്കെ എന്ത് വരും? 1 വന്ന് എല്ലായിടത്തും 6 വരും. ഇറ്റ് വിൽ ബി എ സ്കെയിലാർ മെട്രിക്സ്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ 6i എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? നമുക്ക് ഇതിന്റെ എലമെന്റ് ഒന്ന് കണ്ടുപിടിക്കാം. സോ a square minus 5a plus 6i എങ്ങനെ വരും? മെട്രിക്സ് a square എന്താണ്? ഇതേ മൈനസ് ഇതേ പ്ലസ് 6i. ഓക്കെ, സോ അതിന്റെ എലമെന്റ്സുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? അത് ചെയ്താൽ മതി. സോ 5 minus 10 plus 6. ഓക്കെ, 5 minus 10 plus 6. അടുത്ത് -1 minus 0 plus 0. സോ -1 minus 0 plus 0. അത് നമുക്ക് 0 നമുക്ക് എഴുതാൻ നിൽക്കണ്ട. സോ അത് -1 വരും. അടുത്ത് 2 minus 5 plus 0. 2 minus 5. അടുത്ത് എങ്ങനെ വരും? 9 minus 10 plus 0. 9 minus 10 വരും. നടുക്കത്തെ എലമെന്റ് എങ്ങനെ വരും? -2 minus 5 plus 6. -2 minus 5 plus 6. ഓക്കെ, അടുത്ത് എങ്ങനെ വരും? 5 minus 15 plus 0. 5 minus 15. ഇവിടെ എങ്ങനെ വരും? 0 minus 5 plus 0. 0 minus 5 minus 5. ഓക്കെ, plus 0 0. ഓക്കെ, -1 minus of minus plus. ഓക്കെ, സോ -1 plus 5, -1 plus 5 plus 0. സോ -2 minus 0 -2 plus 6. ഓക്കെ, ഇതാണ് കിട്ടുന്നത്. ഇതിന്റെ വാല്യൂ എത്രയായിരിക്കും? 5 minus 10 minus 5 minus 5 plus 6 1. Okay, so 1 minus 1, 2 minus 5 minus 3, 9 minus 10 minus 1, minus 2 minus 5 minus 7, minus 7 plus 6 minus 1. Okay, 5 minus 15 minus 10, minus 5, minus 1 plus 5 4, minus 2 plus 6 4. ഓക്കെ, സോ നമുക്കപ്പോൾ ആൻസർ ആയിട്ട് എന്താണ് കിട്ടുന്നത്? ഈ ഒരു മെട്രിക്സ് ആണ് കിട്ടുന്നത്. നിങ്ങൾ ആക്ച്വലി ഇത് ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് അത് എടുത്ത് എഴുതിയിട്ട് വേണം ഈ ഒരു വരി എഴുതാൻ. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അത് എഴുതി പോയിന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം a തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ a³ മൈനസ് 6a സ്ക്വയർ പ്ലസ് 7a പ്ലസ് 2i ഈക്വൽ 0 ആണെന്ന് പ്രൂവ് ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ എന്ത് പ്രൂവ് ചെയ്യണം? a³ മൈനസ് 6a സ്ക്വയർ പ്ലസ് 7a പ്ലസ് 2i ഈക്വൽസ് 0 എന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ആൾക്കാർ ഓരോരുത്തരെയും കണ്ടുപിടിക്കാം. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? a
സ്ക്വയർ എ ക്യൂബ് ഒക്കെ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം എ സ്ക്വയർ കണ്ടുപിടിക്കാം. എ സ്ക്വയർ വിൽ ബി നത്തിങ് ബട്ട് എ ടൈംസ് എ 102 021 203. ഓക്കെ, എങ്ങനെ വരും? ടൈംസ് 102 021 203. ഓക്കെ, ചെയ്ത് നോക്കാം. 1 times 1 1 0 2 times 2 4. So 1 plus 4 5. Okay, 1 times 0 0 0 0. Okay, 0 0 0. 2 0 6. 2 plus 6 8. Okay, അടുത്ത വിടാം. 0 0 2. അടുത്ത എന്ത് വരും? 0 4 0. ഓക്കെ, അടുത്ത് 0 2 3 5. അടുത്ത് എങ്ങനെ വരും? 2 0 6 8. അടുത്ത് എങ്ങനെ വരും? 0 0 0. 4 0 9. 4 plus 9 13. ഓക്കെ, സോ നമുക്ക് എ സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണ് കിട്ടുന്നത്. ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കുക? എ ക്യൂബ് കണ്ടുപിടിക്കുക. എന്ത് കണ്ടുപിടിക്കണം? എ ക്യൂബ്. എ ക്യൂബ് എന്തായിരിക്കും? എ ക്യൂബ് എന്ന് പറയുന്നത് എ ടൈംസ് എ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഒന്നുകിൽ എ ടൈംസ് എ സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ എ സ്ക്വയർ ടൈംസ് എ എന്ന് എഴുതാം. ഏതാണെങ്കിലും കുഴപ്പമില്ല. സോ എ ടൈംസ് എ സ്ക്വയർ. നമുക്കിവിടെ ആ ഒരു ഓർഡർ എങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഞാൻ അത് വെച്ച് എ ക്യൂബ് എന്ന് എഴുതാൻ പോകണം. നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? എ സ്ക്വയർ ടൈംസ് എ അല്ലെങ്കിൽ എ ടൈംസ് എ സ്ക്വയർ എന്ന് പറഞ്ഞ് എടുത്ത് എഴുതിയിട്ട് അതിന്റെ രണ്ടും കൂടെ മൾട്ടിപ്ലിക്കേഷന്റെ മെട്രിക്സുകൾ എഴുതിയിട്ട് ചെയ്തു വെക്കണം. ഓക്കെ, ഞാനിവിടെ തൽക്കാലം അതിങ്ങനെ എഴുതി പോവുകയാണ്. നമുക്കിവിടെ അത് എഴുതിയത് അടുത്തടുത്ത് തന്നെ കിടക്കുന്നുണ്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ. 1 times 5 5 0 16. 5 plus 16 21. ഓക്കെ, 0 0 0. 8 0 26. Okay, 0 4 8. 0 4 8 അല്ലേ? 0 4 8. 0 8 0. 0 10 13. ഓക്കെ, അത് കൂട്ടുന്നുണ്ട് കേട്ടോ. ഞാനത് ഇവിടെ നമ്പേഴ്സ് പറയുന്നുണ്ടെങ്കിലും ഇവിടെ കൂട്ടിയാണ് എഴുതുന്നത്. നിങ്ങൾ ആ നമ്പേഴ്സ് എഴുതി ഒരു സ്റ്റെപ്പും കൂടെ എഴുതി വേണം കൂട്ടാനേ, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ ജസ്റ്റ് നമ്പേഴ്സ് പറയുമ്പോൾ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടുന്നുണ്ട് കേട്ടോ. സോ 10 0 24. 0 0 0. 16 0 39. ഓക്കെ, 16 അല്ലേ? സോ 39 പ്ലസ് 16 45 55. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? അപ്പൊ നമ്മളിവിടെ എ സ്ക്വയറും കണ്ടുപിടിച്ചു, എ ക്യൂബും കണ്ടുപിടിച്ചു. ഇനി 7a-യും 2a-യും അതൊക്കെ നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്. ആ 7a-യും കൂടെ കണ്ടുപിടിച്ച് വെക്കാം. അല്ലെ, 7a നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്തു പോവാം കേട്ടോ. 2a എന്ന് പറഞ്ഞാൽ എന്താ? 2 0 0 0 2 0 0 0 2 ആണ്. ഞാൻ അത് എടുത്ത് എഴുതാൻ വേണ്ടി നിൽക്കുന്നില്ല, കാരണം നമുക്ക് അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മുടെ സ്പേസ് ഒത്തിരി പോവും. സോ നമുക്ക് ജസ്റ്റ് അത് ഞാൻ പറഞ്ഞങ്ങ് പോവുകയാണ്. ഓക്കെ, അപ്പൊ എന്ത് കണ്ടുപിടിക്കണം? എ ക്യൂബ് മൈനസ് 6a സ്ക്വയർ പ്ലസ് 7a പ്ലസ് 2i. എങ്ങനെ വരും? 6a ക്യൂബ്. എ ക്യൂബ് എന്താണ്? ഓക്കെ, നമുക്ക് അത് ജസ്റ്റ് എഴുതി തന്നെ പോവാം. അങ്ങനെയാണെങ്കിൽ എ ക്യൂബ് എന്ത് വരും? 21 0 34 12 8 23 34 0 55. ഇതാണ് എ ക്യൂബ് മൈനസ്. ഓക്കെ, 6a സ്ക്വയർ. 6a സ്ക്വയർ എന്ത് വരും? 30 0 48 12 24. നമ്മൾ ഇതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ 30 8 48 0 6 times 13. 6 times 13 എത്ര വരും? 18 178. ഓക്കെ, സോ 6a സ്ക്വയർ ആയി പ്ലസ് 7a പ്ലസ്
7 എന്താണ് വരുന്നത്? നോക്കിക്കേ, 7 ടൈംസ് എ ആണ് 7, 0, 14. ഓക്കെ, 0, 14, 7, 14, 0, 21. അടുത്തെന്താണ്? പ്ലസ് 2i. പ്ലസ് അപ്പൊ എന്ത് വരും? 2i വരും. സോറി, 2i വരും. 2i എന്താണ്? 2, 0, 0, 0, 2, 0, 0, 0, 2. ഓക്കെ, ഇതാണ് 2i വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? നോക്കിക്കേ, 21 മൈനസ് 30. 21 മൈനസ് 30 എത്ര വരും? 9. മൈനസ് 9. മൈനസ് 9 പ്ലസ് 7 പ്ലസ് 2 എത്രയാ? 9. മൈനസ് 9 പ്ലസ് 9 എന്ത് വരും? 0. ഓക്കെ, അടുത്ത് 0 മൈനസ് 0, 0 പ്ലസ് 0 പ്ലസ് 0. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ജസ്റ്റ് സബ്ട്രാക്റ്റും ചെയ്യാം, ഇത് നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് 2 സ്റ്റെപ്പായിട്ടൊന്ന് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് ക്ലാരിറ്റി കിട്ടും. 21 മൈനസ് 30 എന്ന് പറഞ്ഞാൽ എത്രയാ? മൈനസ് 9 പ്ലസ് 7 പ്ലസ് 2, 9. ഓക്കെ, ഇനി അടുത്ത് 0 മൈനസ് 0, 0 പ്ലസ് എന്ത് വരും? 0. അടുത്ത് 34 മൈനസ് 48. 34 മൈനസ് 48 എത്രയാ? 14 ആണ്. മൈനസ് 14 ആണ്. സോ മൈനസ് 14 പ്ലസ് ഇവിടെ എന്തുണ്ട്? 14 പ്ലസ് 0, 14. അടുത്ത് താഴോട്ട് എങ്ങനെ വരും? 12 മൈനസ് 12, 0. ഓക്കെ, 0 പ്ലസ് 0, 0. അടുത്ത് 8 മൈനസ് 24. 8 മൈനസ് 24 എത്രയാ? 16 ആണ്. മൈനസ് 16 ആണ്. ഓക്കെ, പ്ലസ് 14 പ്ലസ് 2. 14 പ്ലസ് 2 എത്രയാ? അതും 16 ആണ്. സോ മൈനസ് 16 പ്ലസ് 16 വന്നു. അടുത്ത് 23 മൈനസ് 30. 23 മൈനസ് 30 എത്രയാ? മൈനസ് 7. ഇവിടെ എന്തുണ്ട്? പ്ലസ് 7 പ്ലസ് 0 എന്താണ്? 7. സോ പ്ലസ് 7. അടുത്ത് 34 മൈനസ് 48. 34 മൈനസ് 48 എത്രയാ? 14. മൈനസ് 14 ആണ്. പ്ലസ് ഇവിടെ എന്തുണ്ട്? 14 ഉണ്ട്. സോ പ്ലസ് 14. അടുത്ത് 0 മൈനസ് 0, 0 പ്ലസ് 0 പ്ലസ് 0, 0. അടുത്ത് 55 മൈനസ് 78. 55 മൈനസ് 78 എത്രയാ? മൈനസ് 23 ആണ്. ഓക്കെ, സോ മൈനസ് 23 പ്ലസ് ഇവിടെ എന്ത് വരും? 21 പ്ലസ് 2. 21 പ്ലസ് 2 എത്രയാ? 23. എങ്ങനെ വരും? മൈനസ് 9 പ്ലസ് 9, 0, 0, 0. ഓക്കെ, 0, 0, 0, 0, 0, 0. നമ്മളെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? സീറോസ് ആണ് കിട്ടുന്നത്. സോ 0, 0, 0, 0, 0, 0. ഈക്വൽ ടു നത്തിങ് ബട്ട് 0. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഈസി ആയിട്ട് ആ ഒരു ആൻസർ കിട്ടി. അപ്പൊ നമ്മള് ഓരോന്നും തന്നിരിക്കുന്ന നമുക്ക് കണ്ടുപിടിക്കേണ്ട ഓരോന്നും നമ്മള് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് എഴുതി പോയിട്ട് നമുക്ക് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, അടുത്തത് എ തന്നിട്ടുണ്ട്, ഐ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ ഈക്വൽസ് കെ എ മൈനസ് 2i. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ഏതൊക്കെ കണ്ടുപിടിക്കണം? ആദ്യം എ സ്ക്വയർ കണ്ടുപിടിക്കണം. കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് കേട്ടോ. സോ നമുക്ക് ഇവിടുന്ന് എ സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കാം. എ സ്ക്വയർ ഈക്വൽസ് എ ടൈംസ് എ ആണ്. ഓക്കെ, എ ടൈംസ് എ എത്രയാണ്? 3 മൈനസ് 2, 4 മൈനസ് 2, 3 മൈനസ് 2, 4 മൈനസ് 2. എങ്ങനെ വരും? 3 ടൈംസ് 3, 9, 9 മൈനസ് 8, 9 മൈനസ് 8, 1. ഓക്കെ, അടുത്ത് 3 ടൈംസ് മൈനസ് 3, മൈനസ് 2, മൈനസ് 6, മൈനസ് 6 പ്ലസ് 4, മൈനസ് 6 പ്ലസ് 4 എത്ര? മൈനസ് 2. ഓക്കെ, അടുത്ത് ഇവിടെ 3 ടൈംസ് 4 ടൈംസ് 3, 12, മൈനസ് 8, 12 മൈനസ് 8, 4, മൈനസ് 8 പ്ലസ് 4, മൈനസ് 8 പ്ലസ് 4 എത്ര വരും? മൈനസ് 4. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എ സ്ക്വയർ കിട്ടി. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? തന്നിരിക്കുന്നത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എ സ്ക്വയർ ഈക്വൽസ് കെ എ മൈനസ് 2i എന്നാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കെ എ എന്ന് പറഞ്ഞാൽ എന്തെന്ന് എഴുതാം? കെ എ ഈക്വൽസ് എ സ്ക്വയർ പ്ലസ് 2i ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താകും? പ്ലസ് 2i. ഓക്കെ,
അപ്പോൾ നമുക്ക് കെ ഈക്വൽസ് എ സ്ക്വയർ പ്ലസ് 2i എന്ന് എഴുതാം. അപ്പോൾ അതെങ്ങനെ വരും? എ സ്ക്വയർ എന്താ നമുക്ക് ഇവിടെ നിന്ന് അറിയാം, 1 മൈനസ് 2 4 മൈനസ് 4 പ്ലസ് 2i എന്താണ് 2002. എത്ര കിട്ടും നോക്കിക്കേ, 3 മൈനസ് 2 4 മൈനസ് 2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കെ എ ഈക്വൽസ് 3 മൈനസ് 2 4 മൈനസ് 2 എന്ന് തന്നെ കിട്ടി. എയുടെ വാല്യൂ അല്ലേ അത്? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? കെ എ ഈക്വൽസ് നമുക്ക് ഇവിടെ നിന്ന് കെ എ തന്നെ ഇട്ടെടുക്കാം. എ അകത്തോട്ട് എടുത്താൽ കെ ടൈംസ് എയുടെ വാല്യൂ എന്താണ്? ഇവിടെ നമുക്ക് അകത്തേക്ക് എടുത്താൽ എന്ത് കിട്ടും? 3k മൈനസ് 2k 4k മൈനസ് 2k ഈക്വൽസ് 3 മൈനസ് 2 4 മൈനസ് 2 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇതിന് നമുക്ക് എന്ത് പറയാം? 3k ഈക്വൽസ് 3. സോ നമുക്കിവിടെ k എന്തായാലേ പറ്റുള്ളൂ? k ഷുഡ് ബി 1. ഓക്കെ.